ഇന്ന് നമ്മൾ തെയ്യം കാണാൻ വന്നിരിക്കുന്നത് നന്മണ്ടയ്ക്കടുത്തുള്ള മരക്കാട്ടുമീത്തൽ ഭഗവതി ക്ഷേത്രത്തിലാണ്. അത്യപൂർവം കെട്ടിയാടുന്ന പറക്കുട്ടിച്ചാത്തന്റെ വിശ്വരൂപം കാണാനാണ് മരക്കാട്ടുമീത്തൽ ഭഗവതി ക്ഷേത്രത്തിൽ എത്തിയിരിക്കുന്നത്. പറക്കുട്ടിച്ചാത്തന്റെ കോലധാരി അലോക് കരിയാത്തങ്കാവ് ആണ്. ഞാൻ രജീഷ് പണിക്കർ, കണ്ണൂർ. മരക്കാട്ടുമീത്തൽ ഭഗവതി ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവത്തിലെ 3-ാം ദിവസമായ ഇന്ന് ചാത്തൻ പ്രധാനിയായിട്ടുള്ള പറക്കുട്ടിച്ചാത്തൻ്റെ ഒരുക്കത്തിലാണ്. പറക്കുട്ടിച്ചാത്തൻ്റെ ഒരു വിശ്വരൂപം ആണ് ഇന്നിവിടെ കാണുന്നത്. അതിൻ്റെ ഒരുക്കത്തിൽ അതിന് വേണ്ടുന്ന ആഭരണങ്ങളും അടയാഭരണങ്ങളും കാര്യങ്ങളും മുഖത്തെഴുത്തും കാര്യങ്ങളൊക്കെ തന്നെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. പറക്കുട്ടിച്ചാത്തനെ സംബന്ധിച്ച് ഇവിടുത്തെ ദൈവത്തിന് ഒരു പ്രാധാന്യമുണ്ട്. മറ്റെവിടെയും കാണാത്ത ഒരു പ്രത്യേക വേഷ കോലത്തോടു കൂടിയാണ് ഇവിടുത്തെ പറക്കുട്ടിച്ചാത്തൻ അരങ്ങത്തേക്ക് വരുന്നത്. ഇവിടെ നിന്നുള്ള കോഴിക്കോട് ജില്ലയിൽ തന്നെ വളരെ ദുർലഭമായിട്ടുള്ള സ്ഥലങ്ങളിലെ പറക്കുട്ടിച്ചാത്തൻ്റെ കോലം കെട്ടിയാടാറുള്ളൂ. അതിൽ തന്നെ ഇവിടുത്തെ കോലത്തിന് പ്രത്യേകതയുണ്ട്. 3-4-ാമത്തെ വർഷം ആണ് ഇത് കെട്ടിയാടുന്നത്. കോലധാരി അലോക് കരിയാത്തങ്കാവാണ്. അദ്ദേഹം തന്നെ വളരെ ചിട്ടയോടുകൂടി, ആചാര അനുഷ്ഠാന ചിട്ടയോടുകൂടിയാണ് ഈ തെയ്യത്തിൻ്റെ കോലത്തിലേക്ക് പ്രവേശിക്കുന്നത്. എല്ലാവർക്കും വളരെ കൗതുകത്തോട് കണ്ടിരിക്കാനുള്ളൊരു വേഷവും വളരെ ഭീതിയോടുകൂടി, ഭയപ്പാടോടുകൂടി കുറഞ്ഞ സമയം ജനങ്ങളുടെ അല്ലെ ഭക്തന്മാരെ വല്ലാത്തൊരു നിർവൃതിയിലേക്ക് എത്തിക്കുന്ന ഒരു വേഷമാണ്. കാണാൻ ജനങ്ങളിങ്ങനെ തടിച്ചു കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം ചാമുണ്ടി, ഗുളിയൻ, അഗ്നിഗുളിയൻ, കിരാതഗുളിയൻ എന്നിങ്ങനെയുള്ള ഒട്ടനവധി വേഷങ്ങളിന്ന് കെട്ടിയാടാറുണ്ട്. അതിൻ്റെ തിരക്കിൽ അണിയറപ്പുറത്തവരും മറ്റുള്ള കൊലകാരികളെല്ലാവരും അതിൻ്റെ തയ്യാറെടുപ്പിലാണ്. നമസ്കാരം, എൻ്റെ പേര് അലോക്. ഞാനിവിടെ കോഴിക്കോട് ജില്ലയിലാണ്, ബാലുശ്ശേരി അടുത്ത് കരിയാത്തങ്കാവിലാണ് സ്വദേശം. ഇവിടെ നന്മണ്ട ഈ മരക്കാട്ടുമേത്തൽ ഭഗവതി ക്ഷേത്രത്തിലെ പറക്കുട്ടിച്ചാത്തൻ്റെ തിറ ഞാനാണ് കെട്ടുന്നത്. ഇത് കെട്ടാനുള്ള നിയോഗം ദൈവം സഹായിച്ച് എനിക്കാണ് കിട്ടിയത്. അപ്പോൾ നമ്മളെ ഏട്ടൻ മുഖാന്തരമാണ് നമുക്ക് ആ ഒരു നിയോഗം കിട്ടിയത്. ഏട്ടനാണ് നമുക്ക് ആ കോലം കെട്ടാനുള്ളൊരു അവസരം ഈ ഒരു ക്ഷേത്രത്തിൽ നമുക്ക് തന്നു. ഏട്ടൻ്റെ പേര് വിനീഷ് എന്നാണ്. അവരാണ് ഇവിടെ കണ്ടാകർണൻ്റെ തെയ്യം കെട്ടുന്നത്. അവരാണ് എന്തോ ദൈവത്തിൻ്റെ ഒരു നിയോഗം പോലെയാണ് ഞാനിതിനെ കണക്കാക്കുന്നത്. കാരണം ഇന്ന് വരെ ഞാൻ ഈ തെയ്യം മറ്റൊരു സ്ഥലത്ത് ഞാൻ കണ്ടിട്ടില്ല. എവിടുന്നും ഇതിൻ്റെ ഒരു വേഷമോ കാര്യങ്ങളോ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു നിയോഗം വന്നു, നമ്മളത് ഏറ്റെടുത്തു. പറക്കുട്ടിച്ചാത്തൻ്റെ വേഷം എങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് ഒരു നിരൂപണമില്ലായിരുന്നു. അപ്പോൾ നമ്മളെ മുഖത്തെഴുത്തിനും ശ്രമത്തിനും എല്ലാം വരുന്ന നമ്മളെ സ്വന്തം ജ്യേഷ്ഠന് ഒരു ദിവസം ഉറക്കത്തിൽ കാണിച്ചു കൊടുത്തതാണ് ഈ വേഷം. ദൈവം അനുഗ്രഹിച്ച് നമുക്ക് അങ്ങനെ കാണിച്ചു തന്നതെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. കാരണം ഈ ഒരു വേഷം മറ്റെവിടെയും ഇല്ല, കേരളത്തിൽ ഇവിടെ മാത്രമേ ചെയ്യുന്നുള്ളൂ. ആദ്യമായിട്ട് തുടക്കം കുറിച്ചതും മരക്കാട്ടുമീത്തൽ അമ്പലത്തിലാണ്. അപ്പോൾ അങ്ങനെ കണ്ടിട്ടുള്ളൊരു വേഷമാണിത്. കരിങ്കുട്ടി, തീക്കുട്ടി, പൂക്കുട്ടി, പറക്കുട്ടി അങ്ങനെ വരുന്ന ചാത്തന്മാരിൽ പ്രാധാന്യമുള്ളൊരു വേഷം കൂടിയാണ് പറക്കുട്ടിച്ചാത്തൻ്റെ വേഷം. ഈ വേഷത്തിന് വേണ്ടി ഏകദേശം മകരമാസം തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ വ്രതാനുഷ്ഠാനങ്ങൾ തുടങ്ങും. അതിനു മുമ്പ് ക്ഷേത്രത്തിൽ വന്നിട്ട് തന്ത്രിയെ കാണും, ക്ഷേത്രതന്ത്രിയെ കാണും. ക്ഷേത്രത്തിലെ കർത്താക്കന്മാരെ എല്ലാവരും കണ്ടിട്ടാണ് നമ്മൾ, ജന്മാരിയൊക്കെ കണ്ടിട്ടാണ് നമ്മൾ നോൽമ്പും കാര്യങ്ങളൊക്കെ നമ്മൾ തുടങ്ങും. മകരമാസം 19-നാണ് നമുക്ക് ഇവിടെ തെയ്യം വരുന്നത്. 19-നാണ് പറക്കുട്ടിച്ചാത്തൻ്റെ തെയ്യം വരുന്നത്. ഇപ്പോൾ 3 വർഷമായിട്ട് ചെയ്തു വരുന്നു. ഇതിപ്പോൾ 4-ാമത്തെ വർഷമാണ്. കോലം ധരിക്കാൻ വേണ്ടി പോവുകയാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ ഈ വർഷവും കോലം കെട്ടാനുള്ള അനുഗ്രഹം കിട്ടി. അപ്പോൾ ഇനി കോലത്തിലേക്ക് പോവുകയാണ്. ബാക്കിയെല്ലാം ദൈവനിയോഗം പോലെ. നമസ്കാരം. മൂർത്തിഭാവമായ സാക്ഷാൽ കുട്ടിച്ചാത്തനെ അറിയാത്ത, തെയ്യത്തെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ തെയ്യത്തെ അറിയുന്ന ഏതൊരാളും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. എന്നാലും കുട്ടിച്ചാത്തന്റെ കഥ ചുരുക്കി ഒന്ന് പറയാം.
പുരാണ അംശം കലർന്ന കഥയുമായി കുട്ടിച്ചാത്തന്റെ കഥയ്ക്ക് ഏറെ സാമ്യമുണ്ട്. കഥ നടക്കുന്നത് പണ്ടാണ്. പണ്ട് എന്ന് വെച്ചാൽ വളരെ പണ്ട്. മന്ത്രതന്ത്രങ്ങളിലും ഗൂഢശാസ്ത്രങ്ങളിലും ഏറെ പ്രസിദ്ധിയാർജിച്ച ഒരു നമ്പൂതിരി ഇല്ലമുണ്ടായിരുന്നു. പയ്യന്നൂരിനടുത്തുള്ള കാളകാട്ടില്ലം. കാളകാട്ടില്ലത്തെ തന്ത്രി അഥവാ കാളകാട്ട് നമ്പൂതിരി ഇത്തരം മന്ത്രതന്ത്രങ്ങളിലും ഗൂഢശാസ്ത്രങ്ങളിലും ഏറെ പ്രാവീണ്യം നേടിയ വ്യക്തിയായിരുന്നു. എന്നാൽ മക്കളില്ലാത്ത സങ്കടം കാളകാട്ട് നമ്പൂതിരിക്കും ഭാര്യയ്ക്കും ഏറെ ഉണ്ടായിരുന്നു. അതേസമയം സാക്ഷാൽ പരമശിവനും ശ്രീപാർവതിയും വള്ളുവ വേഷം ധരിച്ചിട്ട് മലയിൽ കുടില് കെട്ടി കഴിഞ്ഞിരുന്ന കാലം. അങ്ങനെ ശ്രീപാർവതി ഭൂമിയിൽ ഒരു കുഞ്ഞിനെ പ്രസവിക്കുകയും ചെയ്തു. പക്ഷേ ഭൂമിയിൽ ജനിച്ചതിനാൽ ഈ കുഞ്ഞിനെ മേൽലോകത്തേക്ക് കൊണ്ടുപോകുക അസാധ്യമാണെന്ന് മനസ്സിലാക്കിയ പരമശിവനും പാർവതിയും കുഞ്ഞിനെ കാളകാളർക്ക് സമ്മാനിച്ചു. കാഴ്ചയിൽ ഏറെ അസാമാന്യത തോന്നിയ കുഞ്ഞിനെ നമ്പൂതിരി ചാത്തൻ എന്നു പേരും കൊടുത്തു. പക്ഷേ വളരും തോറും ചാത്തന്റെ കുസൃതികൾ ഏറെ കൂടാൻ തുടങ്ങി. അക്കാലത്ത് നമ്പൂതിരി ഇല്ലത്തെ പ്രകടിപ്പിക്കേണ്ട മര്യാദകളൊന്നും തന്നെ ചാത്തന്റെ ചെയ്തികളിൽ ഉണ്ടായിരുന്നില്ല. ഇത് കണ്ട് എപ്പോഴും കാളകാട്ട് തന്ത്രിക്ക് ദേഷ്യം വന്നു. ചാത്തന്റെ ദുഷ്ക്രിയകൾ അവസാനം അച്ഛന്റെ അടുത്തും അമ്മയുടെ അടുത്തും പഠിപ്പിച്ച ഗുരുനാഥന്റെ അടുത്തും വരെ എത്തി. അങ്ങനെ ചാത്തന്റെ ചെയ്തികളിൽ മനസ്സുമടുത്ത് കാളകാട്ട് തന്ത്രി അവനെ കാളമേയ്ക്കാനായി അയച്ചു. പക്ഷേ ദേഷ്യം കൊണ്ട് വിറച്ച ചാത്തൻ അതിൽ നല്ലൊരു കാളയെ അറുത്ത് ചോര കുടിച്ചു. ചാത്തന്റെ ഈ പ്രവൃത്തികൾ കണ്ട് അവസാനം സഹികെട്ട കാളകാട്ട് തന്ത്രി ചാത്തനെ 390 കഷ്ണങ്ങളാക്കി ഹോമാഗ്നിയിൽ ഹോമിച്ചു. പക്ഷേ പ്രതികാരം മൂത്ത ചാത്തൻ ആ 390 കഷ്ണങ്ങളിൽ നിന്നും 390 കുട്ടിച്ചാത്തന്മാരായി ഉയർത്തെഴുന്നേറ്റ് കാളകാട്ടില്ലം അഗ്നിക്ക് ഇരയാക്കി. ആ 390 കുട്ടിച്ചാത്തന്മാരിൽ അത്രമേൽ പ്രാധാന്യത്തോടെ തെയ്യക്കോലം കെട്ടി ആരാധിച്ചു വരുന്ന ഒരു മൂർത്തിയാണ് പറക്കുട്ടിച്ചാത്തനെന്ന് പറഞ്ഞു വരുന്നു. കഷ്ണങ്ങളാക്കിയ കുട്ടിച്ചാത്തന്റെ ശരീരം കാളകാട്ട് തന്ത്രി ഹോമാഗ്നിയിലേക്ക് ഹോമിക്കുമ്പോൾ ഹോമാഗ്നിയിലേക്ക് വീഴാതെ പറന്നുപോയ ആ ചാത്തൻ പറക്കുട്ടിച്ചാത്തൻ എന്ന് പറയുന്നുവെന്ന് തെയ്യത്തിന്റെ വാമൊഴിയിൽ നമുക്ക് കാണാൻ പറ്റും. പറക്കുട്ടിച്ചാത്തൻ അരങ്ങത്ത് വന്ന് ഒരുങ്ങുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബാക്കി കാര്യങ്ങൾ നമുക്ക് കണ്ടു തന്നെ അറിയാം. എൻ്റെ പേര് സുരേന്ദ്രൻ. ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സ്വർണ്ണപ്രശ്നത്തിൽ പറഞ്ഞ 900 വർഷം മുമ്പ് മുഖേന മറ്റേ യോഗീശ്വരൻ തപസ്യത്തിൽ പ്രത്യക്ഷപ്പെടുത്തിയ സ്ഥലമാണെന്ന് പറഞ്ഞു. പിന്നെ അതിങ്ങനെ ഉത്സവ കാര്യങ്ങളൊക്കെ വന്നു വിട്ടത്. ഉത്സവകാര്യത്തിൻ്റെ ഇതിലേക്ക് സ്വർണ്ണപക്ഷത്തിൽ എൻ്റെ പറക്കുട്ടിച്ചാത്തൻ്റെ ആ വിശ്വരൂപം ഇതാക്കണമെന്ന് പറഞ്ഞ് അതിന് ഇവിടെ അതിൻ്റെ കെട്ടിടക്കാര അലോക് എന്ന് പറഞ്ഞ ആളെ ഇവിടെ ഏൽപ്പിച്ച് അങ്ങനെയാണ് ഇവിടെ കാര്യങ്ങളൊക്കെ വന്നുവിട്ടത് ആയത്. ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ക്ഷേത്രത്തിലെ കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന നിർത്തന കാര്യങ്ങളൊക്കെ നോക്കി ചെയ്യുന്ന ആളാണ്. പറക്കുട്ടിച്ചാത്തൻ്റെ ആദ്യമായി മറ്റേ ശ്രീകോലിന് പുറമേക്കാക്കി തന്ത്രിമാരൻ പുറമേയാക്കി ഒരു 4 കൊല്ലമായി പറക്കുട്ടിച്ചാത്തൻ്റെ കെട്ടിയാട്ടം ഇവിടെ തുടങ്ങിയിട്ട്.
അതേ പ്രധാനത്തിൽ എന്റെ കല്ലടിക്കോട് പരമാനന്ദമായിട്ട് എന്റെ ചേർന്നും പറയുന്നതുമായിട്ട് എന്റെ ആഡംബരമായിരിക്കുന്ന അഗ്നിയമായി അനുഭവിക്കട്ടെ ആഡംബരമായിരിക്കുന്ന അഗ്നിയമായി അനുഭവിക്കുന്നതേ കർത്താക്കന്മാര് എന്റെ ആഡംബരമായിരിക്കുന്ന അഗ്നിയമായി അനുഭവിക്കുന്ന കർത്താക്കന്മാര്